ഹലോ ഗൈസ്, ഇന്ന് ഓഫീസിൽ നിന്ന് വന്നപ്പോഴേ ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന് അടുക്കളയിലേക്ക് കയറിയതാണ്. അങ്ങനെ അടുക്കളയിൽ കയറി ഉള്ള കാപ്പിയൊക്കെ വെച്ച് കുടിച്ചു കഴിഞ്ഞപ്പോഴേ അപ്പോൾ ഓൾക്കും വേണം. അങ്ങനെ ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞാപ്പു പറഞ്ഞു കുഞ്ഞാപ്പു വിശക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടി എനിക്ക് തന്നേക്കുകയാണ്. അപ്പം കാപ്പി ഞാൻ പറഞ്ഞു, കാപ്പി കുടിച്ചു കഴിഞ്ഞ് വേണേൽ നിനക്ക് ചപ്പാത്തി ഉണ്ടാക്കി തരാമെന്ന് കേട്ടോ. അങ്ങനെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളെ ഒരു വീഡിയോ ആയിട്ട് ഒരാൾ വന്ന് അഭിനയാട്ട കാപ്പിയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ആട്ട എടുത്തിട്ടുണ്ട്. ചപ്പാത്തി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ എനിക്കും അറിയാമെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആട്ട എടുത്തു, നമ്മൾ കുഴയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പം അനിഷ പറഞ്ഞു ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചാൽ നന്നായിരിക്കുമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, പച്ചവെള്ളം, ഞാൻ ഭയങ്കരനാണ്, പച്ചവെള്ളത്തിൽ കുഴക്കുന്ന ആളാണ്. അപ്പോൾ പച്ചവെള്ളത്തിൽ കുഴക്കാനുള്ള പരിപാടിയാണ്. സിമൻറ്റ് പണിക്കാരുടെ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. പഴയ കാലത്തെ പണി ഓർമ്മ വന്നു, അതുകൊണ്ടാട്ടോ, വേറൊന്നുമല്ല. അങ്ങനെ കുഴച്ച് അടിച്ച് പിടിച്ചങ്ങ് വെക്കാൻ വേണ്ടി അങ്ങ് തീരുമാനിച്ചു. കുഞ്ഞാപ്പ് വരും കേട്ടോ, ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. അവൾ ഭയങ്കര ഹെൽപ്പിങ് കാര്യമാണ്. അപ്പം ചപ്പാത്തിക്ക് കറി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നലത്തെ ബീഫ് കറി ഇരിപ്പുണ്ട്, അപ്പോൾ അതും കൂട്ടി അവൾക്ക് ചപ്പാത്തി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ചപ്പാത്തിയിൽ നമ്മൾ ഇച്ചിരി നെയ്യൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കും കേട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്, വേറെ ഒന്നിനുമല്ല. നിങ്ങൾക്കും വേണമെങ്കിൽ ചേർക്കാം, ഉണ്ടാക്കിയൊക്കെ നോക്കാം. ഇതിലേക്ക് കുടിക്കുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയൊക്കെ സാധനമാണ് കേട്ടോ, തെറ്റിദ്ധരിക്കണ്ട. അല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല എന്നറിയാം നമുക്ക്. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞാപ്പൂരൂന്ന് ദാണ്ട് വന്നേക്കുന്നു. ഫുള്ള് ഉരുട്ടലാണ് ഉരുട്ടൽ. നമ്മൾ ഉരുട്ടി വരുമ്പോഴത്തേക്കും പരന്നാ വരുന്ന സാധനം കണ്ട. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേറെ ആളുടെ വരാനുണ്ടായിരുന്നു. അപ്പം ആ പുള്ളിക്കാരി ക്യാമറയിൽ പിടിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ഹെൽപ്പിങ്ങിന് എത്താത്തത്. ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. 2, 4, 6, 7 ചപ്പാത്തി ഉണ്ട്. 7 തന്നെ ധാരാളമാണ്. ഇന്ന് രാത്രിയിലേക്ക് എല്ലാവർക്കും ഉള്ള ചപ്പാത്തിയായി. അപ്പം ഇനി ഞാൻ പരത്തുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെ പഠിച്ചെടുത്തു. കണ്ട റൗണ്ട് വരുന്നുണ്ട്, റൗണ്ട് കണ്ട. ഈ റൗണ്ടാണ് എല്ലാവർക്കും കിട്ടാത്തത്. ഒരു സൈഡ് പോയിന്ന് തോന്നുന്നു കേട്ടോ, അതുകൊണ്ടാണ് അധികം കാണിക്കാത്ത കേട്ടോ. നമ്മൾ കല്ല് വെച്ച് ചൂട് ചെയ്തു. ഇച്ചിരി വെള്ളം കൂടിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട് ചപ്പാത്തി കുഴച്ചപ്പോൾ. സാരമില്ല, എല്ലാം ശരിയാക്കാം. കണ്ട, വെള്ളം കൂടിയതുകൊണ്ടാണ് ഇപ്പം ദോശ കണക്കായിപ്പോയത്. പൊന്തി കണ്ട നമ്മൾ കുഴക്കലിൻ്റെ ഒരു പ്രത്യേക രീതിയിൽ കുഴച്ചുകൊണ്ടാണ് കേട്ടോ എങ്ങനെയാവുന്നത്. ഇതെങ്ങനെ കുഴക്കേണ്ടതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ, ആ പ്രത്യേക രീതി. ഇനി തീയിലേക്ക് വെച്ചാൽ ഒന്ന് പൊള്ളിച്ചെടുക്കും. നമ്മുടെ ഹിന്ദിക്കാരുണ്ടാക്കുന്ന ചപ്പാത്തി കേട്ടോ, റൊട്ടി എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി നെയ്യ് അതിന് മേലേക്ക് അങ്ങനെ തേച്ച് കൊടുത്താൽ പിന്നെ കഴിക്കാൻ നേരത്ത് പൊളിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ. സമയം കിട്ടുമ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക, എന്നിട്ട് അഭിപ്രായം എന്നെ പറഞ്ഞറിയിക്കുക. ഓക്കെ, അടിപൊളിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു സംഭവം കൂടി ഇതിൽ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇന്ന് ഓഫീസിൽ നിന്ന് വന്നപ്പോഴേ കുറച്ച് തൈര് മേടിച്ചുകൊണ്ട് വന്നിരുന്നു. അപ്പോൾ തൈരിൻ്റെ നമുക്ക് കഥ പിന്നെ കാണിച്ചു തരാം. അതുണ്ടോ, നേരെ എടുത്ത് അടുപ്പത്തേക്ക് ചില പുള്ളി പൊന്തി വരുന്നുണ്ടോ, അടിപൊളിയാണ്. നല്ല രസമുണ്ടാവും അത് കഴിക്കാൻ, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അവർ കനലിലാണ് ചുട്ടെടുക്കുക. നമുക്കിപ്പം കനലില്ലാത്തതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടുകളിലും വീടുകളിലൊക്കെ അന്യം നിന്ന് പോയൊരു കലാരൂപമാണ് വിറക് കുത്തിച്ച് കത്തിക്കുക എന്നുള്ളത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, നമുക്ക് പിന്നെ വേറെ ഏതെങ്കിലും രീതിയിൽ വെച്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി കഴിയാറായി. അപ്പം നമ്മളൊരു നിങ്ങൾ കണ്ടിട്ടില്ലേ പണ്ടത്തെ പാട്ടിൻ്റെ കഥകളിൽ ചുണ്ടത്തായി ഊഞ്ഞാലിലാവും, അതിന് മുട്ടയമ്പളായിട്ട് ഉണ്ടാക്കുന്നത്, അതുപോലെ ഉണ്ടാക്കണമെന്ന് എനിക്കൊരാഗ്രഹം. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നമുക്കൊരു ഷോർട്സ് ആയിട്ട് എടുത്തിടാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു വേണ്ട, നമുക്ക് ഈ വീഡിയോയുടെ ഉള്ളിൽ തന്നെ അതും ചേർക്കാം. അപ്പോൾ മുട്ടയൊക്കെ പൊട്ടിച്ച് വെച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഉപ്പൊക്കെ ഇട്ട് നമ്മളൊന്ന് ഉഷാറാക്കിയിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ടെന്ന് കഴിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. ഇട്ട് കറക്കുന്നുണ്ട്. പണ്ടത്തെ ഞാൻ
എന്ത് പപ്പാന്ന് ഇതിന് പറയാ? ആ, പാലപ്പം അല്ലേ? ആ, ഉണ്ടാക്കുന്ന ആളായതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ആ, പൊട്ടിയില്ല. അപ്പോൾ ഈ ഒരു പരിപാടി ഇതിൽ കഴിഞ്ഞു. അപ്പം അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കലാരൂപമാണ് തൈരിൻ്റെത്. കഴിച്ചു നോക്കട്ടെ. വാവ്, പൊളിയാണ് കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞില്ലേ, തൈര് കൊണ്ട് ഇത് നല്ല രസമാണ്. നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കണം കേട്ടോ. ഇച്ചിരി വെളിച്ചെണ്ണയോ നെയ്യോ ഒഴിക്കുക. അതിലേക്ക് ഇച്ചിരി കടുകും ജീരകവും മഞ്ഞൾപ്പൊടിയും ഒരു മുളകൊക്കെ ഇട്ട് തൈര് നല്ല പൊട്ടിച്ചിട്ട് ഉപ്പ് ഇടണം കേട്ടോ. എന്നിട്ടൊന്ന് കഴിച്ച് നോക്കണം. പ്രത്യേക ടേസ്റ്റാണ്. ചപ്പാത്തിയും കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങളുടെ ഡിന്നർ കഴിഞ്ഞേക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ബൈ. നമുക്ക് പിന്നെ കാണാം.